ഹല്ലേലൂയ. ലോകമെമ്പാടും ഇരുന്നു കൊണ്ട് ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന എല്ലാ മാന്യ പ്രേക്ഷകർക്കും ദൈവമക്കൾക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഒത്തിരി സന്തോഷമുണ്ട് ഇന്ന് നിങ്ങളുമായി നിങ്ങളുടെ വീട്ടിൽ ഒരതിഥിയായി കടന്നു വരാൻ സർവശക്തനായ ദൈവം ഒരുക്കിയ നല്ല അവസരത്തിനായി കർത്താവിനെ ഞാൻ സ്തുതിക്കുന്നു. എനിക്കറിയാം ഈ കാലഘട്ടമെന്ന് പറയുന്നത് ആർക്കും അത്ര വലിയ സന്തോഷം ഉള്ള ദിനങ്ങളല്ല, ആഴ്ചകളല്ല, മാസങ്ങളല്ല, മണിക്കൂറുകളല്ല. എങ്കിലും നാം അല്പമെങ്കിലും ജീവിതത്തിൽ സന്തോഷവും സമാധാനവും അനുഭവിക്കുന്നെങ്കിൽ നമ്മുടെ കർത്താവിൻ്റെ ഏറ്റവും വലിയൊരു കൃപയാണ്. ആ സന്തോഷവും ആ കരുണയും കൃപയും നിങ്ങൾ ഓരോരുത്തരും കർത്താവ് നൽകിയതോർത്ത് കർത്താവിനെ ഞാൻ സ്തുതിക്കുന്നു. നമുക്ക് വളരെ പ്രാർത്ഥനയോടുകൂടിയായിരിക്കാം. അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല തിരുവചന ഭാഗം പരിശുദ്ധാത്മാവ് നിങ്ങളുമായി ഷെയർ ചെയ്യുവാൻ എനിക്ക് തന്നതോർത്ത് കർത്താവിനെ ഞാൻ സ്തുതിക്കുന്നു. പ്രിയമുള്ളവരെ, നമുക്ക് ഈ ലോകത്തിൽ സന്തോഷവും സമാധാനവും തരുന്നത് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനമാണ്. ആ വചനം നിശ്ചയമായിട്ടും നമ്മളെ ബലപ്പെടുത്തും, നമ്മളെ ശക്തീകരിക്കും. ഒരു പുതിയ വഴിത്തിരിവ് പരിശുദ്ധാത്മാവ് നമുക്കൊരുക്കട്ടെ. വചന ശുശ്രൂഷയിലേക്ക് നമുക്ക് കടക്കാം. വളരെ പ്രാർത്ഥനയോടുകൂടിയായിരിക്കാം. വചന ശുശ്രൂഷയിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് സക്കറിയാവിൻ്റെ പ്രവചനത്തിൽ നിന്ന് ഒരു വാക്യമാണ്. സക്കറിയ പ്രവാചകൻ്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യമാണ്. എന്താണ് സക്കറിയാവ് എന്ന വാക്കിൻ്റെ അർത്ഥം? സക്കറിയാവ് എന്ന വാക്കിൻ്റെ അർത്ഥം യഹോവ ഓർക്കുന്നു എന്നാണ്. അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവരെ, ദൈവം നമ്മളെ കാണുന്നു, ദൈവം നമ്മളെ ഓർക്കുന്നു. എത്ര പേർക്ക് പറയാൻ കഴിയും? ആ വാക്യം ഞാനൊന്ന് വായിക്കും. 1-ന്റെ 18-ാമത്തെ വാക്യം. ഞാൻ തലപൊക്കി നോക്കിയപ്പോൾ 4 കൊമ്പ് കണ്ടു. എന്താണ് ഈ കൊമ്പ്? സക്കറിയാവ് പറയുന്നു, ഞാൻ തലപൊക്കി നോക്കിയപ്പോൾ 4 കൊമ്പ് കണ്ടു. പ്രിയമുള്ളവരെ, എന്താണ് ഈ കൊമ്പിൻ്റെ അർത്ഥം? നമുക്ക് 1-2 വാക്യങ്ങളെ ഒന്ന് ചിന്തിക്കാം. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഈ കൊമ്പ് ബലത്തെ കാണിക്കുന്നു. ഈ കൊമ്പ് എന്തിനെ കാണിക്കുന്നു? ബലത്തെ കാണിക്കുന്നു. അപ്പം കൊമ്പുകളെക്കുറിച്ച് അനേക ഇടങ്ങളിൽ സർവശക്തനായ ദൈവം അരുളി ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. 75-ാം സങ്കീർത്തനം, അതായത് 10-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ദുഷ്ടന്മാരുടെ കൊമ്പ് ഞാൻ മുറിച്ചു കളയും, നീതിമാൻ്റെ കൊമ്പ് എന്തു ചെയ്യും? ഉയർന്നിരിക്കും. ആമേൻ. ദുഷ്ടന്മാരുടെ കൊമ്പ് ഞാൻ ഒടിച്ചു കളയും, സങ്കീർത്തനത്തിൽ പറയുന്നു. എന്നാൽ നീതിമാന്മാരുടെ കൊമ്പ് എന്താ? ഉയർന്നിരിക്കും. ദൈവത്തിൻ്റെ പൈതലേ, ആമേൻ. കൊമ്പ് ദൈവത്തിൻ്റെ ആ ശക്തിയെ കാണിക്കുന്നു, ദൈവത്തിൻ്റെ ആ കരുതലിനെ കാണിക്കുന്നു. എന്നാൽ ഞാൻ നിങ്ങളോട് പറയാം, യഹൂദ ജനം, ഇസ്രായേൽ ജനം, അവർ എന്ത് ചെയ്തു? ദൈവത്തിൽ നിന്ന് അകന്നു പോയപ്പോൾ, അവർ ദൈവ വഴിവിട്ടു പോയപ്പോൾ ദൈവം അവരെ ശിക്ഷിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. കൊമ്പുകളെക്കുറിച്ച് മറ്റൊരു ഭാഗത്തോട് പറഞ്ഞിട്ടുണ്ട്. ഞാനത് ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. സങ്കീർത്തനം 18-ന്റെ 2-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: യഹോവ എൻ്റെ ശൈലവും എൻ്റെ കോട്ടയും എൻ്റെ രക്ഷകനും എൻ്റെ ദൈവവും എൻ്റെ പാറയും എൻ്റെ പരിചയും എൻ്റെ കൊമ്പുമാകുന്നു. സങ്കീർത്തനക്കാരൻ പറയുന്നൊരു കാര്യമാണ്. അപ്പം കൊമ്പ് എന്നൊരു പദം വന്നു. അതെന്തിനെ കാണിക്കുക? ദൈവത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ നിശ്ചയമായിട്ടും കാണിക്കുകയാണ്. ദൈവത്തിൻ്റെ പൈതലെ, ഈ ദിവസങ്ങളിൽ
നിങ്ങൾ ശ്രദ്ധിക്കുക. നാം ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ, ദൈവവചനത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ, ദൈവകൃപയിൽ നിന്നും അകന്നു പോകുമ്പോൾ ഒരു കാര്യം ഓർത്തുകൊള്ളണം. ദൈവത്തിൻ്റെ അടുത്തോട്ട് നമ്മളൊന്ന് മടങ്ങി വരാൻ ദൈവം നമ്മളെ ശോധന കഴിക്കും, ദൈവം നമ്മളെ വേദന കഴിക്കും. പക്ഷെ അവിടെ ഒന്നും നമ്മൾ തകർന്നു പോകുന്നവരായി തീരരുത്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കി. ഈ ലോകം മുഴുവൻ ഒരു മഹാമാരിയുടെ ഭീതിയിൽ കഴിയുമ്പോൾ, ഒരു പക്ഷേങ്കിൽ നിങ്ങളെ ആ മഹാഭീതി ഇപ്പോഴും വേട്ടയാടിക്കൊണ്ടിരിക്കുകയായിരിക്കാം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർ ആ മഹാമാരിയുടെ അനുഭവത്തിലായിരിക്കും. ഒരു പക്ഷേങ്കിൽ വേദനയോടും പ്രയാസത്തോടും കൂടെ നാം ആയിരിക്കുന്നവരായിരിക്കാം. ഇതൊന്നും നമ്മളെ ശരിക്കും ദൈവമക്കളെ തകർത്ത് കളയുവാനല്ല. പിന്നെയോ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു കൊള്ളുക. ദൈവം നമ്മളെ പണിതെടുക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവം നമ്മളെ ഒന്ന് പണിതെടുക്കാൻ ആഗ്രഹിക്കുക. ഞാൻ ചോദിക്കട്ടെ, എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്, യേശുവേ നീ എന്നെ ഒന്ന് പണിതെടുക്കണമേ, എൻ്റെ കുടുംബത്തെ ഒന്ന് പണിതെടുക്കണമേ, എൻ്റെ തലമുറയെ ഒന്ന് പണിതെടുക്കണമെന്ന് എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? ആഗ്രഹിക്കുന്നവരെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. വലിയ ദൈവപ്രവൃത്തി ഈ ദിവസങ്ങളിൽ നമ്മളിൽ വെളിപ്പെടുവാൻ കാരണമായി തീരട്ടെ. ദൈവം നിയമിക്കപ്പെട്ട സമയത്ത് സർവശക്തനായ ദൈവം നിന്നെ ഉയർത്തുവാൻ കാരണമായി തീരും. ദൈവം നിശ്ചയിക്കുക. ആരൊക്കെ നിന്നെ തകർക്കാൻ നോക്കിയാലും, ആരൊക്കെ നിന്നെ തോൽപ്പിക്കാൻ നോക്കിയാലും, ആരെല്ലാം നിന്റെ തോൽവി കാണാൻ നോക്കിയാലും ഒരു കാര്യം ഓർത്തോണം. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളും ദൈവത്തിൻ്റെ സൗഖ്യങ്ങളും നിന്റെ മേൽ ദൈവം തരണമെന്ന് ആഗ്രഹിക്കുന്നു എങ്കിൽ ദൈവത്തിൻ്റെ സമയത്ത് ദൈവം അത് തന്നിരിക്കും. എന്നോട് കർത്താവ് പറയുന്നു, ദൈവം നിന്നെ വിടിവിക്കാനുള്ള സമയമായി, ദൈവം നിന്നെ രോഗത്തിൽ നിന്ന് സൗഖ്യമാക്കാനുള്ള സമയമായി. നെഞ്ചത്ത് കൈവച്ചിട്ട് പറയണം, എന്നെ സൗഖ്യമാക്കുന്നവൻ, എന്നെ വിടിവിക്കുന്നവൻ, എൻ്റെ മുറിവ് കെട്ടുന്നവൻ എൻ്റെ ബെഡിനരികെ വരാൻ സമയമായി. അതൊരു വിശ്വാസമായി തീരട്ടെ. പരാജയങ്ങൾ പറഞ്ഞ് ദൈവത്തിൽ നിന്നും ദൈവവചനത്തിൽ നിന്നും നിങ്ങൾ അകന്നു പോകുമ്പോൾ, ഇന്ന് ഈ സമയം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചിലരെ ചൂണ്ടിയിട്ട് പറയുന്നു, ദൈവത്തിൻ്റെ സമയത്തിനായി നീ കാത്തിരിക്ക്, ദൈവം അത്ഭുതങ്ങളെ ചെയ്യും. സക്കരിയ വന്ന വാക്കിൻ്റെ അർത്ഥം ദൈവം ഓർക്കുന്നു, ദൈവം നമ്മളെ ഓർക്കുന്നു, ദൈവം നമ്മളെ കാണുന്നുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ വീട്ടിലും നമ്മുടെ വ്യക്തി ജീവിതത്തിലും ഈ ലോകത്തിൽ ഇത്രയും വലിയൊരു മഹാമാരി നടക്കുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നൊരു കാര്യമുണ്ട്. ദൈവം അറിയാതെയല്ല ഇത് സംഭവിക്കുന്നത്, പിന്നെയോ ഇത് ദൈവം അറിഞ്ഞിട്ടാണ്. എന്താണ് ദൈവം ഇത് അയച്ചത്? എന്താണ് ദൈവം ഇതിനെ മാറ്റാത്തത്? എന്താണ് ദൈവം ഈ മഹാമാരിയെ സൗഖ്യമാക്കാത്തത്? ദൈവത്തിൻ്റെ പൈതലെ, ഞാനും നീയും ദൈവത്തിങ്കിലോട് അടുത്തു വരുമ്പോൾ, ദൈവത്തിൽ നിന്ന് അകന്നു പോയ ഞാനും നിങ്ങളും ദൈവത്തോട് അടുത്തു വരുമ്പോൾ, നമ്മളിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടാൻ തുടങ്ങുമ്പോൾ ഈ ബാധ നിന്നെ വിട്ടുമാറും. കാരണം ആ ഇസ്രായേൽ ജനം ആ ഫറവോൻ്റെ അടിമത്തത്തിൽ കഴിഞ്ഞ് ദൈവത്തിൻ്റെ മുന്നറിയിപ്പ് ദൈവം പല പ്രാവശ്യം കൊടുത്തു. എൻ്റെ ജനത്തെ വിട്ടയക്ക്, ഒന്ന് കുറയും, വിട്ടയക്കാന്ന് പറയും. വിട്ടയക്കാന്ന് പറയുമ്പോൾ ഒന്ന് കുറയും, പിന്നെ വിട്ടയക്കത്തില്ല, പിന്നെയും പിടി മുറുകും. ബാധ ഒന്നിന് പുറകെ അനേക ബാധകൾ വന്നു. പക്ഷേ ദൈവത്തിൻ്റെ മുൻപാകെ ഫറവോന് പിടിച്ചു നിൽക്കുവാൻ കഴിഞ്ഞില്ല. തൻ്റെ ജനത്തെ വിട്ടയച്ചപ്പോൾ അവിടുത്തെ ബാധയും ദൈവം പിൻവലിച്ചു. ദൈവത്തോടടുത്തു വാ. ദൈവം നിൻ്റെ മേലുള്ള, നിൻ്റെ ദേശത്തിൻ്റെ മേലുള്ള, നിൻ്റെ പട്ടണത്തിൻ്റെ മേലുള്ള ബാധ കർത്താവ് പിൻവലിക്കും. ദൈവത്തോടടുത്തു വാ. യേശു പറഞ്ഞു, എന്നോടടുത്തു വാ, എന്നാൽ ഞാൻ നിങ്ങളോടടുത്തു വരും. ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, എല്ലാവരും ദൈവത്തോടൊന്ന് അടുത്താട്ടെ.
അല്ലേ? വചന വായനയിലൂടെ, ഉപവാസത്തിലൂടെ, പ്രാർത്ഥനയിലൂടെ ദൈവത്തോടൊന്നടുത്തുവാ. അതുമാത്രമല്ല, നീ ദൈവത്തോടടുക്കുമ്പോൾ മുടങ്ങിക്കിടക്കുന്ന, അടഞ്ഞു കിടക്കുന്ന വഴികളും വാതിലുകളും ദൈവം തുറന്നു തരുവാൻ കർത്താവ് വിശ്വസ്തനാണ്. ഈ ദൈവവചനത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യത്തിലോട്ട് നമുക്കൊന്ന് പോകാം. ഞാനൊന്ന് വായിക്കട്ടെ, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഇങ്ങനെ എഴുതിയിരിക്കുന്നേ: എന്നോട് സംസാരിക്കുന്ന ദൂതൻ ഇവ എന്താകുന്നു എന്ന് സക്കറിയാവ് ചോദിച്ചു. ദൂതനോട് ചോദിക്കുക, ഇതെന്താകുന്നു എന്ന് ദൂതനോട് ചോദിക്കുമ്പോൾ ദൂതൻ പറയുന്നു. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക ഈ വാക്യം. അപ്പം തകർക്കുന്ന കൊമ്പുണ്ട്, പണിതെടുക്കുന്ന കൊമ്പുണ്ട്. ദുഷ്ടൻ തകർക്കും, ദൈവം പണിയും. ദുഷ്ടൻ അടയ്ക്കും, യേശു തുറക്കും. എന്നോട് കർത്താവ് പറയുന്നു, പിശാച് അടച്ച സകല വഴികളും വാതിലുകളും നിങ്ങൾക്ക് വേണ്ടി യേശു തുറന്നു തരാൻ പോകുകയാണ്. ഒരാമേൻ പറഞ്ഞ് ആത്മാവിൽ ആരാധിച്ച് കർത്താവിൽ ബലപ്പെട്ടാട്ടെ. ചില വഴികൾ തുറക്കും. നീ രോഗിയായിരിക്കാം, നിൻ്റെ കുടുംബം തകർന്നു പോയി, എൻ്റെ മക്കൾക്കാരുമില്ല, ഞാൻ അനാഥരാണോ, ഞാൻ ഇനി എന്ത് ചെയ്യും, എന്നെക്കൊണ്ട് മുമ്പോട്ട് കൊണ്ടുപോകുവാൻ കഴിയത്തില്ല, എൻ്റെ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു പോയി, എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടു പോയി എന്ന് ഒരുപക്ഷെങ്കിൽ ചിന്തിച്ചുകൊണ്ട് ഇരിക്കുന്ന നിങ്ങൾ ഈ ദൈവവചനം കേൾക്കുമ്പോൾ ഇന്ന് ഈ ദൈവവചനത്തിൽ നിങ്ങൾ സന്തോഷപ്പെടുവാൻ കാരണമായി തീരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളുടെ എല്ലാ ദുഃഖങ്ങളും സന്തോഷമായി തീരുന്ന ഒരു ദിവസമുണ്ട് പ്രിയമുള്ളവരെ. ഈ പ്രശ്നങ്ങളും വേദനകളും എല്ലാം മാറിയിട്ട് നിങ്ങൾ സന്തോഷിക്കുന്ന ഒരു നല്ലൊരു സമയം യേശു നിങ്ങളുടെ മുമ്പിൽ ഒരുക്കിയിട്ടുണ്ട്. ഒരാമേൻ പറയും. ഹല്ലേലൂയ. ആ ദൈവത്തിൻ്റെ വിടുതൽ നിങ്ങളുടെ മേൽ, അനേക കുടുംബങ്ങളുടെ മേൽ, അനേക വ്യക്തി ജീവിതങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ കൈമാറുകയാണ് ദൂത്. എന്നാൽ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണേ. ദൂതൻ പറയാണ്, ഇസ്രായേലിനെയും യെരുശലേമിനെയും ചിതറിച്ചു കളഞ്ഞ കൊമ്പാണിത്. എന്താണ് കാരണം? ഒന്ന്, അവർ ദൈവത്തിൻ്റെ പ്രമാണം വിട്ടുപോയി. അവർ ദൈവത്തിൻ്റെ വഴി വിട്ടുപോയി. ഒന്നുമില്ലാത്ത അനുഭവത്തിൽ നിന്ന് അവർ ദൈവത്തോട് നിലവിളിച്ചപ്പോൾ ദൈവം അവർ ചോദിച്ചതെല്ലാം കൊടുത്തു. അവർ എന്തു ചെയ്തു? തെറ്റിലേക്ക് പോയി, പാപത്തിലേക്ക് പോയി, അവർ അകന്നുപോയി. എന്നാൽ ദൈവം അവരെ എന്തു ചെയ്യപ്പെടുകയാണ്? അവരെ ദൈവം ശിക്ഷിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ദൈവത്തിൻ്റെ പൈതലേ, ദൈവം നിന്നെ ശിക്ഷിക്കുമ്പോൾ, ദൈവം നിന്നെ അടിക്കുമ്പോൾ അത് തകർത്ത് കളയുവാനല്ല, നിന്നെ കുഴിച്ചു മൂടുവാനല്ല, പിന്നെയോ ദൈവത്തിൻ്റെ സ്നേഹത്താൽ നിന്നെ ദൈവം മടക്കി വരുത്തുവാൻ ആഗ്രഹിക്കുക. ആര് തീരുമാനമെടുക്കും? ഞാൻ ദൈവകൃപയിലേക്ക് മടങ്ങി വരാൻ പോകുകയാണ്, എൻ്റെ പ്രാർത്ഥന നഷ്ടപ്പെട്ടു പോയി, എൻ്റെ വിശ്വാസം നഷ്ടപ്പെട്ടു പോയി, എൻ്റെ ആരാധന നഷ്ടപ്പെട്ടു പോയി, എന്നിലുള്ള ദൈവകൃപ നഷ്ടപ്പെട്ടു പോയി, അതുകൊണ്ടാണ് ഞാൻ ഇതെല്ലാം അനുഭവിക്കുന്നത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, നിങ്ങളോട് പരിശുദ്ധാത്മ വാഗ്ദാനം ചെയ്യുന്നു, ദൈവകൃപയിലേക്ക് നിങ്ങൾ മടങ്ങി വാ, ദൈവ സാന്നിധ്യത്തിലേക്ക് മടങ്ങി വാ, ദൈവ ആരാധനയിലേക്ക് മടങ്ങി വാ. നിങ്ങളെ വിടിവിപ്പാൻ എൻ്റെ യേശു മതിയായവനത്രേ. ദൈവം നിന്നെ അങ്ങനെ കൈവിടാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. പ്രിയമുള്ളവരെ, വിടുതലുണ്ട്. ശിക്ഷയുണ്ടെങ്കിൽ വിടുതലുണ്ട്. പരിശോധനയുണ്ട്, ശോധനയുണ്ട്, രോഗമുണ്ട്. നിൻ്റെ ഹൃദയം മുറിപ്പെട്ടിരിക്കുന്നു, നീ ഉറങ്ങിയിട്ട് നാളുകളായി, ഓരോ ദിവസവും നീ കണ്ണുനീരൊഴുക്കുകയാണ്. ദൈവം നിന്നെ കൈവിടുകയില്ല. എന്നാൽ നമുക്കതിൻ്റെ 20-ാമത്തെ വാക്യത്തിൽ എന്താ എഴുതിയേക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. സക്കറിയ പ്രവാചകൻ്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യം നിങ്ങൾ വായിക്കണം. ആ 20-ാമത്തെ വാക്യത്തിൽ കാണുന്നു, 4 കൊല്ലന്മാരെ കാണിച്ചു തന്നു. പ്രതീക്ഷിക്കാൻ വകയുണ്ട്, സന്തോഷിക്കാൻ വകയുണ്ട്. പ്രിയമുള്ളവരെ, നിൻ്റെ ജീവിതം അവസാനിപ്പിക്കുകയല്ല. കടങ്ങളും ബാധ്യതകളും രോഗങ്ങളും ദുഃഖങ്ങളും ഒക്കെ വന്നിട്ട് നീ പറഞ്ഞില്ലേ, നിൻ്റെ വാഗൊണ്ട് പറഞ്ഞില്ലേ, എന്നെ കേൾക്കുന്ന കാണുന്ന സഹോദരി സഹോദര, ഭർത്താവ് നഷ്ടപ്പെട്ട ആമേൻ സഹോദരിയെ, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ട മാതാപിതാക്കളെ, മാതാപിതാക്കൾ നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങളെ, നീ പറഞ്ഞില്ലേ
ഇന്നലെ നീ പറഞ്ഞില്ലേ, കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, എൻ്റെ എല്ലാം തീർന്നു പോയി, എല്ലാം അവസാനിച്ചു പോയി, എനിക്കിനി പ്രതീക്ഷിക്കാൻ ഒരു വഴിയില്ല എന്ന് പറഞ്ഞില്ലേ? ഒരു പ്രശ്നം വന്നപ്പോൾ, ഒരു വേദന വന്നപ്പോൾ എല്ലാം തകർന്നു പോയെന്ന് നീ പറഞ്ഞില്ലേ? ഇല്ല, ഇല്ല. നമ്മുടെ യേശു ഇന്നും ജീവിക്കുകയാണ്. അവൻ മരിച്ച് അവൻ 3-ാം നാൾ അടക്കം ചെയ്ത് അതിനുശേഷം 3-ാം നാൾ വീണ്ടും അവൻ ഉയർത്തെഴുന്നേറ്റ് ഇന്നും സ്വർഗത്തിൽ പിതാവിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. അവൻ എന്ത് ചെയ്യപ്പെട്ടു? അവൻ കാൽവരി ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് 3-ാം നാൾ അവൻ ഉയർത്തെഴുന്നേറ്റു. ഇന്നും സ്വർഗത്തിൽ പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് എനിക്കും നിങ്ങൾക്കുമായി അവൻ പക്ഷപാതം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, അനേകരുടെ സ്നേഹം അതേ ശവക്കല്ലറകൾ കൊണ്ട് അവസാനിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുന്നു, ലാസറിൻ്റെ മരിച്ച് അടക്കം ചെയ്ത ലാസറിൻ്റെ കല്ലറയ്ക്കൽ ചെന്നിട്ട് യേശു പറഞ്ഞു, കല്ല് നീക്കുവീൻ, ലാസറെ പുറത്തുവാ. മരിച്ച് നാറ്റം വെച്ചവനെന്ന് മനുഷ്യൻ പറയുമ്പോൾ യേശു പറഞ്ഞില്ല, അവൻ ഉറങ്ങുകയാണ്. നാറ്റം വെച്ചവൻ പുറത്തു വന്നു. കർത്താവ് എന്നോട് പറയുന്നു, യേശു നിന്നെ ഈ കഷ്ടതയിൽ നിന്നും, ഈ പ്രയാസങ്ങളിൽ നിന്നും, ഈ രോഗങ്ങളിൽ നിന്നും, ഈ അനർത്ഥങ്ങളിൽ നിന്നും നിന്നെ വിടുവിച്ചിട്ട് യേശു നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നു. ആർക്ക് താല്പര്യമുണ്ട്, ആഗ്രഹമുണ്ട്, എനിക്കൊന്ന് ഈ പ്രശ്നങ്ങളിൽ നിന്ന്, ഈ വേദനയിൽ നിന്ന്, ഈ ശോധനയിൽ നിന്ന്, ഈ രോഗത്തിൽ നിന്ന് എനിക്കൊന്ന് പുറത്തു വന്നേ പറ്റത്തുള്ളൂ. അത് നിങ്ങളായി മാറട്ടെ. ആ സൗഖ്യമാകുന്ന വ്യക്തി നിങ്ങളായി തീരട്ടെ. വിശ്വസിക്കുന്നവർ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ കാണും. എന്നാൽ ആമേൻ 20-ാമത്തെ വാക്യത്തിൽ കാണുന്നു, 4 കൊല്ലന്മാരെ കാണിച്ചു കൊടുത്തു. എന്താണ് ഇതിൻ്റെ അർത്ഥം? കൊല്ലന്മാരെ എന്തിനാണ്? നമുക്കറിയാം. ആമേൻ, കൊല്ലൻ്റെ കയ്യിലോട്ട് ഒരു പച്ച ഇരുമ്പ് കഷ്ണം കൊടുത്താൽ നമ്മുടെ ആഗ്രഹത്തിനൊത്തവണ്ണം ഒരമായുധമാക്കി തരുവാൻ കൊല്ലന് ദൈവം എന്ത് ചെയ്തിട്ടുണ്ട്? കരുണ കൊടുത്തിട്ടുണ്ട്. ഹല്ലേലൂയ. ഒരു ഇരുമ്പായുധം എൻ്റെ അടുത്തുകൊണ്ട് തന്നിട്ട് ഇതിനെ ഒരു കത്തി ഉണ്ടാക്കാൻ പറഞ്ഞാൽ എനിക്കറിയില്ല. പ്രിയമുള്ളവരെ, നമ്മളെ പണിയുന്ന ഒരു യേശുവുണ്ട്, നമ്മളെ മെനഞ്ഞെടുക്കുന്ന ഒരു യേശുവുണ്ട്. നിൻ്റെ ആഗ്രഹപ്രകാരം, നിൻ്റെ കുടുംബത്തിൻ്റെ, നിൻ്റെ തലമുറയുടെ ആഗ്രഹപ്രകാരം നിന്നെ കർത്താവൊന്ന് പുതുക്കിപ്പണിയുവാൻ, ഒരു ഇണങ്ങിയ നല്ലൊരായുധമാക്കി തീർക്കുവാൻ, നിന്നെ ഒന്ന് മടക്കി കൊണ്ടുവരുവാൻ, നിന്നെ പണിതെടുക്കുവാൻ അവൻ്റെ ദിവ്യ സ്നേഹം വെമ്പൽ കൊള്ളുകയാണ്. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് ഈ കാരാഗ്രഹത്തിൽ നിന്നും, ഈ അനർത്ഥത്തിൽ നിന്നും, ഈ വേദനയിൽ നിന്നും എനിക്കൊന്ന് പുറത്തു വന്നേ മതിയാകത്തുള്ളൂ. നീ താല്പര്യപ്പെടുമെങ്കിൽ നിന്നെ രക്ഷിക്കുവാൻ, നിന്നെ വിടുവിക്കുവാൻ എൻ്റെ യേശു മതിയായവനത്രേ. എന്താണ് ഇതിൻ്റെ അർത്ഥം? സക്കറിയാവിന് ദൈവം 4 കൊല്ലന്മാരെ കാണിച്ചു കൊടുത്തു. എന്താണ് ഇതിൻ്റെ അർത്ഥം? പ്രവാസത്തിലേക്ക് പോയ തൻ്റെ ജനത്തെ തൻ്റെ കരുണയും സ്നേഹവും ആർദ്രവും കർത്താവ് കൊടുത്ത് കാണിച്ച് അവരെ ദൈവം മടക്കി കൊണ്ടുവരുവാൻ പോകുകയാണ്. നിങ്ങൾക്കൊരു വിടുതലുണ്ട്. പതിയിരിക്കുകയാണ്, അല്ലെങ്കിൽ പൈശാചിക ശക്തികൾ അത് അടച്ചു വെച്ചിരിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ ആ ദൈവിക സന്തോഷത്തിലേക്കും, ദൈവിക സമാധാനത്തിലേക്കും, ദൈവിക സൗഖ്യത്തിലേക്കും ദൈവം നിങ്ങളെ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നു. എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? ആഗ്രഹിക്കുന്നവർ നെഞ്ചത്ത് കൈവച്ചാട്ടെ. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 54-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നേ, തീ ഊതി പണി ചെയ്ത കൊല്ലനെ ഞാൻ സൃഷ്ടിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ, തീ ഊതി ഒരായുധം പണിയുന്ന കൊല്ലനെ ദൈവം സൃഷ്ടിച്ചിരിക്കുക. എന്നിട്ട് അടുത്ത് പറയുക, സൃഷ്ടിച്ചിരിക്കുന്നു, നശിപ്പിക്കുവാൻ ഞാൻ സംഹാരകനെയും ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നു. അപ്പം തകർക്കുവാൻ ദുഷ്ടനെ ഏൽപ്പിക്കുന്ന, ദുഷ്ടനെ സൃഷ്ടിച്ച ദൈവം പറയുകയാണ്, ഞാൻ തകർക്കുവാൻ ഒരുവനെ ഏൽപ്പിച്ചെങ്കിൽ, ഒരുവനെ നിൻ്റെ അടുക്കൽ വിട്ടെങ്കിൽ, അല്ലെങ്കിൽ ആ തകർക്കുവാനുള്ള ആ പൈശാചിക ശക്തികളുടെ ആക്രമണത്തിലൂടെ, ആ ശോധനയിലൂടെ, വേദനയിലൂടെ നിന്നെ ഞാൻ കടത്തി വിട്ടു എങ്കിൽ
പണിയുവാനും ഞാൻ ചിലതിനെ എഴുന്നേൽപ്പിക്കും. നിനക്ക് വേണ്ടി, നിൻ്റെ കുടുംബത്തിന് വേണ്ടി, നിൻ്റെ തലമുറയ്ക്ക് വേണ്ടി കർത്താവ് എന്നോട് പറയുന്നു, നീ കാണാത്ത കേൾക്കാത്ത ചില വ്യക്തി ജീവിതങ്ങളെ ദൈവം നിനക്ക് വേണ്ടി എഴുന്നേൽപ്പിക്കാൻ പോകുകയാണ്. എന്നോട് കർത്താവ് പറയുന്നു, നിൻ്റെ തലമുറകൾ ചില രാജ്യത്തുണ്ട്. അവർ ഒരു പക്ഷേങ്കിൽ ചില വിഷയങ്ങൾക്ക് അവർ ബുദ്ധിമുട്ടുകയാണ്. രോഗമായിരിക്കാം, ഭാരമായിരിക്കാം, അവരുടെ ജോലിയായിരിക്കാം, അവരുടെ വിസ പ്രോബ്ലമായിരിക്കാം, എന്തുമാകട്ടെ. എന്നാൽ കർത്താവ് പറയുന്നു, നിൻ്റെ തലമുറയ്ക്ക് വേണ്ടി ദൈവം ചിലതിനെ എഴുന്നേൽപ്പിക്കാൻ പോകുക. വില കൊടുത്ത് പ്രാർത്ഥിക്കുക. ദൈവത്തിൻ്റെ അത്ഭുതം നിനക്ക് കാണാൻ കഴിയും. നമ്മളെ ദൈവം സംരക്ഷിക്കും. ഇന്ന് പകൽ അത് വിശ്വസിച്ചാട്ടെ. ഈ സമയം വിശ്വസിക്കണം, കേൾക്കണം, വിശ്വസിക്കണം. കർത്താവിന് വേണ്ടി നിൽക്കണം. പരാജയങ്ങളും വേദനകളും അതിക്രമങ്ങളും മാറിപ്പോകും, സൗഖ്യമുണ്ടാകും. എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ മറ്റൊരു ദൈവവചനത്തിലോട്ട് അതേ അധ്യായത്തിൽ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ആ ഒരു സക്രിയാവിൽ തന്നെ എന്നെ ചിന്തിപ്പിച്ച മറ്റൊരു ദൈവവചനം കൂടെയുണ്ട്. ഇതൂടെ നിങ്ങൾ കേൾക്കാതെ പോകരുത്. അതായത് 2-ാം അധ്യായം അതിൻ്റെ 4-5 വാക്യങ്ങൾ വായിക്കുകയാണ്. ശ്രദ്ധിച്ച് കേൾക്കണം നിങ്ങൾ ആ വാക്യം കേട്ടോ. അതായത്, നീ വേഗം ചെന്ന് ഈ ബാല്യക്കാരനോട് മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ബഹുത്വം നിമിത്തം എന്ത് ചെയ്യപ്പെടുക, മതിലെല്ലാം തുറന്നു കിടക്കുന്നു എന്ന് പറയുക. അതിൻ്റെ അർത്ഥം എന്നാ? വേലിയില്ലാതെ കിടക്കുക അല്ലേ? അപ്പം ഒരു വീട് മതിലില്ലാതെ കിടന്നാൽ നായ്ക്കൾ കയറും, ശത്രു കയറും, ഇഴജന്തുക്കൾ അതിനകത്ത് കയറും. അപ്പം 2-4-5 വാക്യത്തിൽ പറയുന്നു, നീ വേഗം ചെന്ന് ഈ ബാല്യക്കാരനോട് മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ബഹുത്വം നിമിത്തം എന്ത് ചെയ്യപ്പെടുക എന്ന് പറഞ്ഞാൽ വേലിയില്ലാതെ കിടക്കുക, നാഥനില്ല, കളിര് പോലെ കിടക്കുക, കൃപയില്ല, ദൈവസാന്നിധ്യമില്ല, കുത്തഴിഞ്ഞ പുസ്തകം പോലെ, ഉപദേശമില്ല, എങ്ങനെയെങ്കിലും 10 കാശുണ്ടാക്കുക. അതല്ല ദൈവം ആഗ്രഹിക്കുന്നത്. പറയാണ്, ബഹുത്വം നിമിത്തം മതിലെല്ലാം തുറന്നു കിടക്കുന്നു. ആരും കയറും, ആക്രമിക്കും, എല്ലാം ചെയ്യും. മതിൽ തുറന്നു കിടക്കുന്നു. എന്നാൽ ദൈവം സംരക്ഷിക്കാൻ പോകുക, ദൈവം സൂക്ഷിക്കാൻ പോകുക. ഈ ശുശ്രൂഷ കാണുന്ന നിങ്ങളോട് പറയുന്നു, ദൈവം നിന്നെ വേലി കെട്ടി സൂക്ഷിക്കാൻ പോകുക. പേടിക്കേണ്ട, ഭയപ്പെടേണ്ട. രോഗത്തെ പേടിക്കേണ്ട, ഭയപ്പെടേണ്ട. മഹാമാരിയെ ഭയപ്പെടേണ്ട. എന്നാൽ അതിൻ്റെ 5-ാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. എന്നാൽ ഞാൻ, ദൈവം പറയുന്നു, അതായത് സക്രിയാവിനോട് പറയാം, എന്നാൽ ഞാൻ അതിന് ചുറ്റും എന്തായിരിക്കും? തീമതിലായിരിക്കും. പ്രൈസ് ദ ലോർഡ്. തൻ്റെ ജനത്തെ സൂക്ഷിക്കുവാൻ, തൻ്റെ ജനത്തെ സംരക്ഷിക്കുവാൻ, തൻ്റെ ജനത്തെ കരുതുന്ന ഇത്ര നല്ല ഒരു ദൈവമുള്ളതുകൊണ്ട് ദൈവത്തെ എത്ര സ്തുതിച്ചാലും മതി വരികയില്ല. ആമേൻ. പ്രൈസ് ദ ലോർഡ്. 5-ാം വാക്യത്തിൽ പറയുന്നു, എന്നാൽ ഞാൻ അതിന് ചുറ്റും തീമതിലായിരിക്കും, ഞാൻ അതിൻ്റെ നടുവിൽ മഹത്വമായിരിക്കും എന്ന് ദൈവത്തിൻ്റെ അരുളപ്പാട്. ഈ വാക്യങ്ങളെല്ലാം നിങ്ങൾ വീട്ടിലിരുന്ന് വായിക്കണം. എന്നിട്ട് ആ ദൈവശക്തി മനസ്സിലാക്കണം. ആ ദൈവശക്തിയിൽ ആശ്രയിക്കുമ്പോൾ നിൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കും, നിൻ്റെ ലൈഫിനെ മാറ്റിമറിക്കും. സൗഖ്യമുണ്ട്, അത്ഭുതമുണ്ട്. എന്നോട് കർത്താവ് പറയുന്നു, തകർന്നതിനെ ദൈവം ഈ ശുശ്രൂഷയാൽ പണിയപ്പെടാൻ പോകുക. നിൻ്റെ വീടിനകത്ത് ദൈവം ഇറങ്ങാൻ പോകുക. അവൻ വേലി കെട്ടി സൂക്ഷിക്കാൻ പോകുക. നിൻ്റെ ദുഃഖവും ദുരിതവും ജപ്തിയും എല്ലാം പുറത്തു കളഞ്ഞിട്ട് വേലി കെട്ടി സൂക്ഷിച്ചിട്ട് ദൈവത്തിൻ്റെ സംരക്ഷണത്തിലും ദൈവത്തിൻ്റെ സന്തോഷത്തിലും സമാധാനത്തിലും വിടുതലിലും ജീവിക്കുവാൻ നിങ്ങളെ ഓരോരുത്തരെയും, ഈ ശുശ്രൂഷ കാണുന്ന ഓരോരുത്തരെയും ദൈവം ഈ സമയം കണ്ടിരിക്കുകയാണ്. കണ്ട് അവൻ്റെ നാമം മഹത്വപ്പെടണ്ടേ? ഈ വിധ നന്മകൾ നാം അനുഭവിക്കണ്ടേ? സന്തോഷമുണ്ടാകണ്ടേ? സൗഖ്യമുണ്ടാകണ്ടേ? വിടുതലുണ്ടാകണ്ടേ? വഴികൾ തുറക്കണ്ടേ? പ്രിയമുള്ളവരെ, ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കട്ടെ. ഈ ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ 30, 60, 100 മേനി ഫലം കായ്ക്കട്ടെ. പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ
എന്നെ നിർബന്ധിക്കുന്നു. എല്ലാ ദൈവ മക്കളും കണ്ണുകളടയ്ക്കാം. നമുക്ക് ഒരുമിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. സകല നന്മകളുടെയും ഉടമസ്ഥനായിരിക്കുന്ന യേശുവേ, അളവില്ലാത്ത നിൻ്റെ കൃപകൾക്കായി സ്തോത്രം. നീ ഞങ്ങളെ രക്ഷിച്ചു വീണ്ടെടുത്തു. നിൻ്റെ സ്നേഹവും നിൻ്റെ കരുതലും നിൻ്റെ നന്മ അനുഭവിപ്പാൻ നീ ഞങ്ങളെ ക്ഷണിച്ചല്ലോ. ഞങ്ങൾ അനേക പ്രയാസങ്ങളിലൂടെ, അനേക വേദനയിലൂടെ, അനേക പ്രതിസന്ധികളിലൂടെ ഞങ്ങൾ കടന്നു പോകുന്നു. നാഥാ, നീ ഞങ്ങളെ രക്ഷിക്കണമേ. നീ ഞങ്ങളെ സൗഖ്യമാക്കണമേ. ഞങ്ങളുടെ തലമുറ, ഞങ്ങളുടെ മാതാപിതാക്കൾ പലയിടങ്ങളിലായിരിക്കുന്നു. അവർ പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അവരനുഭവിക്കുന്നു. കർത്താവേ, നിൻ്റെ ആത്മാവിനാൽ അവരെ വിടിവിക്കണമേ. ഈ കുഞ്ഞുങ്ങളെ ദൈവം സൗഖ്യമാക്കണമേ. ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പുതുവഴികളെ തുറക്കണമേ. കർത്താവേ, അത് എന്നോട് കർത്താവ് പറയുന്നു, വിദേശയാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന പ്രിയപ്പെട്ടവർ അത് തടസ്സപ്പെടുത്തി കിടക്കുകയാണ്. എന്നാൽ ഏറ്റവും അടുത്ത സമയത്ത് ദൈവം നിങ്ങൾക്ക് വേണ്ടി വഴികളെ തുറക്കും. വിവാഹങ്ങൾ വീടിൻ്റെ ആ മുറ്റത്ത് വരെ വന്നു പറഞ്ഞു, പക്ഷേ വിവാഹങ്ങളെല്ലാം ബ്രേക്കായി നിൽക്കുന്നത് പോലെ എന്നോട് കർത്താവ് പറഞ്ഞു, യേശുവിൻ്റെ നാമത്തിൽ അതെല്ലാം മാറിയിട്ട് വിവാഹങ്ങൾ നടക്കട്ടെ. കർത്താവേ, ഈ ശുശ്രൂഷ കാണുന്ന ഈ പ്രിയപ്പെട്ടവരുടെ കുഞ്ഞുങ്ങൾ നല്ല രാജ്യങ്ങളിൽ പോയി അവർ സന്തോഷവും സമാധാനവും ഉള്ളവരായി അവരവരുടെ ഭൗതിക നന്മയിൽ പ്രവേശിക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷ കണ്ട കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അവർ സൗഖ്യമാകട്ടെ. അവർക്ക് വേണ്ടി പുതുവഴികൾ തുറക്കട്ടെ. കർത്താവേ, നിൻ്റെ നാമത്തിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. ഈ ശുശ്രൂഷ നിങ്ങൾക്കൊരു വലിയ വിടുതലായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. പ്രാർത്ഥന ആവശ്യമുള്ളവർ, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവദാസന്മാർ തയ്യാറായി നിൽക്കുന്നു. ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ വിളിക്കും. ദൈവമക്കളെ, നമുക്ക് പ്രാർത്ഥനയിൽ പോരാടാം. നിങ്ങൾക്ക് സന്തോഷം തരുന്നൊരു കാര്യം ഞാൻ പറയുന്നു. ഞാൻ ചെയ്യുന്നൊരു ചാരിറ്റി ഓർഫനേജ്, നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു വീട്ടിലൊരു സന്തോഷമുണ്ടാകുമ്പോൾ, നിങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ബർത്ത്ഡേ ഒക്കെ വരുമ്പം, ആമേൻ, ഇവർക്ക് ഒരു ചോക്ലേറ്റ് അല്ലെങ്കിൽ ഒരു നല്ലൊരു ആഹാരത്തിനുള്ള നന്മ നിങ്ങൾക്ക് മനസ്സുണ്ട് എങ്കിൽ, ആമേൻ, തീർച്ചയായിട്ടും കർത്താവിന് ആ കൂട്ടായ്മ കാണിക്കണമെന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും കർത്താവ് ധാരാളമായി സന്തോഷവും സമാധാനവും തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു.